ഒരു ചരിത്രമാകാൻ പോവുകയാണ്. കാരണം ചരിത്രമാകാൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ശൗലിന്റെ ബെന്യാമിൻ ഗോത്രത്തിനകത്ത് ഒന്നുപോലും എഴുന്നേറ്റ് വന്നിട്ടില്ല. പക്ഷെ കഴുതയെ അന്വേഷിച്ച് നടന്നവരെ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയെങ്കിൽ ആത്മാവിൽ പ്രവചിക്കുകയാണ്, വെട്ടിയ കുട്ടിക്കകത്ത് നിന്നും മുളയെ ദൈവത്തിന് പൊട്ടി പുറപ്പെടുവിക്കാൻ കഴിയുമെങ്കിൽ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന ശൗലിനെ പൈശാചിക മണ്ഡലങ്ങൾ വെട്ടിക്കളഞ്ഞു. എന്നാൽ ദീർഘകാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. മറ്റൊരു ശൗലിനെ സ്പർശിച്ചു. അതേ ഗോത്രത്തിൽ നിന്നും അതേപോലുള്ള ശൗലിനെ സ്പർശിച്ചെങ്കിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ആരൊക്കെ വെട്ടേണ്ടവരാണ്, ആരൊക്കെ മുറിയപ്പെട്ടവരാണ്, ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതൊരു മാളിക മുറിയായി മാറുവാനിടയായിത്തീരും. അനന്യാസിന്റെ കരംവെപ്പിനകത്ത് ഒരു ശൗൽ എന്ന് പറയുന്ന പൗലോസ് എഴുന്നേറ്റ് വന്നതുപോലെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ അനേകർ എഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. ശിരസിൽ കിരീടധാരികളായി അഭിഷേകത്തിന്റെ കിരീടം ചിലരുടെ മേൽ വീഴുവാനിടയായിത്തീരും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? Break